ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ക്യുസാറ്റിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ക്യുസാറ്റിൻ്റെ ബിടെക്കിൻ്റെ സ്പോട്ട് അഡ്മിഷന് വേണ്ടി ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. കുറേ ദിവസമായി എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സ്പോട്ട് അഡ്മിഷൻ, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, ഓൺലൈനായിരിക്കും ഓഫ്ലൈൻ ആയിരിക്കും എന്നെല്ലാം. അപ്പോൾ എല്ലാം ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ അതിനെപ്പറ്റി വന്നേർക്കാണ്. ബിടെക് സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ ഇതാണ് ബിടെക് സ്പോട്ട് അഡ്മിഷൻ ടു ദി വേക്കൻറ്റ് സീറ്റ്സ് ഓഫ് ബിടെക് പ്രോഗ്രാംസ് ഓഫ് കൊച്ചി യൂണിവേഴ്സിറ്റി ഈസ് ഷെഡ്യൂൾഡ് ടു ബി കണ്ടക്റ്റഡ് ഓൺ 17th and 18th of November 2020 through online mode, and the registration for the same will be open from 13th to 14th of November 2020. 17-നും 18-നും ആയിരിക്കും സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുക. അതിനുള്ള രജിസ്ട്രേഷൻ ആണെങ്കിൽ 13-നും 14-നും ആയിരിക്കും ചെയ്യാൻ പറ്റുക. പിന്നെ ഓൺലൈൻ മോഡായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്, ഓഫ്ലൈൻ അല്ല. Those candidates included in the rank list published for admission to BTech programs of the university can register for spot admission through the link enabled in their login page. അപ്പോൾ ആർക്കൊക്കെ എത്ര റാങ്ക് വരെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഉണ്ടായിരുന്നു ഡൗട്ട്, അതും ക്ലിയർ ആയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അവർക്കുള്ള അത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് പോർട്ടലിൽ എനേബിൾ ആകും ഈ ദിവസങ്ങളിൽ 13-നും 14-നും. ദ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി കോൾ ഫോർ എൻ ഓൺലൈൻ മീറ്റിംഗ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ റാങ്ക് ആൻഡ് ദേ വിൽ ബി കൺസിഡേർഡ് ഫോർ അഡ്മിഷൻ ടു ദി വേക്കൻറ്റ് സീറ്റ്സ് ഓൺ ദ ബേസ് ഓഫ് ദെയർ എലിജിബിലിറ്റി. അപ്പോൾ റാങ്ക് ബേസിസിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. റാങ്ക് ബേസിസിൽ തന്നെ അവരൊരു ഓൺലൈൻ മീറ്റിങ്ങിന് വിളിച്ചിട്ട് അവരുടെ എലിജിബിലിറ്റി അനുസരിച്ച് അവർക്ക് ഉള്ള അലോട്ട്മെൻറ്റ് നടക്കും. ദ ഡീറ്റെയിൽസ് ഓഫ് ഓൺലൈൻ മീറ്റിംഗ് അലോങ് വിത്ത് ദ മീറ്റിംഗ് ലിങ്ക് വിൽ ബി സെൻഡ് ടു ദി രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ്. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് ചെക്ക് ചെയ്യണം, അതിലായിരിക്കും ഓൺലൈൻ മീറ്റിങ്ങിനുള്ള ലിങ്ക് വരിക. Those candidates called for the online meeting and fail to log in and attend the meeting at the allotted time slot will not be considered for admission in the particular spot admission. അപ്പോൾ ഓൺലൈൻ മീറ്റിങ്ങിന് വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ആ ടൈമിൽ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ പിന്നെ കൺസിഡർ ചെയ്യില്ല, അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നെറ്റിൻ്റെ കാര്യങ്ങളും കറണ്ട് അതൊക്കെ നോക്കിയിട്ട് മിസ്സാവാതെ നോക്കുക. ചാൻസ് ഇഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് നീഡ് ടു അപ്ലോഡ് ദ സ്റ്റിപ്പുലേറ്റഡ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് റെമിറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് ഫീ വിത്തിൻ 2 hours ത്രൂ ദ കാൻഡിഡേറ്റ്സ് ഹോം പേജ്. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ സർട്ടിഫിക്കറ്റും ഫീ എല്ലാം പേ ചെയ്യണം. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെക്കുക. സർട്ടിഫിക്കറ്റ് ഏതൊക്കെ വേണ്ടതെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഐഡിയ ഉണ്ടാവുമല്ലോ. പിന്നെ ഫീ എത്ര ആണെന്നും അറിയുന്നുണ്ടാവും ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്കൊക്കെ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെക്കുക. 2 hours അലോട്ട്മെൻറ്റ് എടുക്കണം. ഇഫ് ഫെയിൽസ് ടു ഡു സോ അലോട്ട്മെൻറ്റ് വിൽ ബി ക്യാൻസൽഡ്. അങ്ങനെ അലോട്ട്മെൻറ്റ് 2 hours എടുത്തില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകും. ദ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ ഫോർ SC/ST കാൻഡിഡേറ്റ്സ് ഓൾസോ വിൽ ബി ഹെൽഡ് സൈമിൾട്ടേനിയസ്ലി. SC/ST കാൻഡിഡേറ്റ്സിനുള്ള ഫസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റും അതിൻ്റെ കൂടെ തന്നെ നടക്കും. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് ദ അഡ്മിഷൻ വെബ്സൈറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി admissions.qsat.ac.in. വിശദമായ വിവരങ്ങൾക്കൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ എല്ലാവർക്കും സ്പോട്ട് അഡ്മിഷൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷനൊക്കെ മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം. ഇപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.